കുഞ്ഞുങ്ങളെ ചോദ്യം ഇതാണ്. ഒഴുക്കിന് അനുകൂലമായ ബോട്ടിൻ്റെ വേഗത 43 km/h. ഒഴുക്കിനെതിരായ ബോട്ടിൻ്റെ വേഗത 10 m/s. അങ്ങനെയെങ്കിൽ ആ ബോട്ടിൻ്റെ ഒറിജിനൽ സ്പീഡ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരായ വേഗതയും ഉണ്ടെങ്കിൽ ഒരാളെ എക്സ് എന്നും ഒരാളെ വൈ എന്നും എടുക്കുക. ഈ രണ്ട് വേഗതകൾ ഉണ്ടെങ്കിൽ യഥാർത്ഥ വേഗത കാണാൻ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി 2 കൊണ്ടങ്ങ് ഹരിച്ചാൽ മതി. എന്താ ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരായ വേഗതയും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ യഥാർത്ഥ വേഗത കണ്ടുപിടിക്കാൻ അവരുടെ ശരാശരി കണ്ടാൽ മതി. എന്ന് പറഞ്ഞാൽ അവരെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഈ തന്നിരിക്കുന്ന വേഗതകളെ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. പക്ഷെ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. യൂണിറ്റ് സെയിം അല്ല. ഒരാൾ km/h, ഒരാൾ m/s. അപ്പോൾ എൻ്റെ കുട്ടികൾ എന്ത് ചെയ്യണം? ആദ്യം ആ m/s കൂടെ km/h മാറ്റുക. അതിനെന്താ ചെയ്യണ്ടേ? നമ്മൾ പഠിച്ചതാണ്. m/s km/h 18/5 കൊണ്ട് ഗുണിച്ചാൽ മതി എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. 5ഉം 10ഉം 2 വെച്ച് ക്യാൻസലായിപ്പോൾ 18 × 2 36 km/h എന്ന് കിട്ടും ഒഴുക്കിനെതിരായ ബോട്ടിൻ്റെ വേഗത. ഓക്കെ ആണോ? ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ, പ്രശ്നമൊന്നുമില്ല, യൂണിറ്റ് സെയിം ആയിട്ടുണ്ട്. അപ്പം ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 വേഗതകൾ കൂട്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഒഴുക്കിന് അനുകൂലമായ വേഗത 43, ഒഴുക്കിനെതിരായ വേഗത 36. ഇത് രണ്ടും കൂടെ കൂട്ടുന്നു, 2 കൊണ്ട് ഹരിക്കുന്നു. ഓക്കെ ആണോ എൻ്റെ കുഞ്ഞുങ്ങളെ? 43ഉം 36ഉം എത്രയാ? 79. 79/2 വന്നു അല്ലേ? 79നെ 2 കൊണ്ട് ഹരിച്ചാൽ എത്രയാ? 78നെ 2 കൊണ്ട് ഹരിച്ചാൽ 39 നിങ്ങൾക്കറിയാം. പിന്നെ ഒരു 0.5 കൂടെ വരും അല്ലേ? അപ്പോൾ നമ്മുടെ ആൻസർ 39.5 km/h ആണ് ആ ബോട്ടിൻ്റെ യഥാർത്ഥ വേഗത എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഒരിക്കൽ കൂടി ആ പോയിന്റ്, ഒഴുക്കിന് അനുകൂലമായ വേഗതയും ഒഴുക്കിനെതിരായ വേഗതയും അവൈലബിൾ ആണെങ്കിൽ യഥാർത്ഥ വേഗത കണ്ടുപിടിക്കാൻ, ഒറിജിനൽ സ്പീഡ് കണ്ടുപിടിക്കാൻ അതിൻ്റെ ശരാശരി എടുത്താൽ മതി. 2 വേഗതകളും കൂട്ടി 2 കൊണ്ടൊന്ന് ഹരിച്ചാൽ മതി. ഓക്കെ ആണോ? അങ്ങനെ ചെയ്യുമ്പോൾ യൂണിറ്റ് സെയിം ആണോ എന്നൊന്ന് കൺഫേം ചെയ്യണം. യൂണിറ്റ് സെയിം ആണെങ്കിൽ മാത്രം പ്രൊസീഡ് ചെയ്യുക.